സൂപ്പർ അമ്മയും മകളും. എന്താ മോളെ വിളിക്കാത്തെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഇന്ന് തിരുവോണമായിട്ട് നീ എന്താ വിളിക്കാത്ത എന്നെ? എന്തായാലും ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കാം അവളെ. The number you have dialed is currently busy. The number you have dialed is currently busy. ഹലോ, എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ബിസി ആയതല്ലേ കട്ട് ചെയ്യുന്നത്. എന്താ കാര്യം? മോളെ തിരുവോണമല്ലേ, നീ ഇന്ന് വരുന്നു പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നു എനിക്ക്. തിരുവോണം ഇവിടെ അല്ലെങ്കിൽ തന്നെ ഓഫീസിലെ ഓണ സെലിബ്രേഷന്റെ ഫുൾ ചാർജ് എന്റെ തലയിലാണ്. അതും കൂടാതെ 100 കൂട്ടം പണി, പിന്നെ വീട്ടിലെ കാര്യങ്ങളും. ഞാനങ്ങ് വരുന്നില്ല, വിളിക്കണ്ട. മീനു, നീ എല്ലാം ചെയ്തോ? കറക്റ്റ് സമയത്തിന് എല്ലാം ചെയ്തോണം. അവസാന നിമിഷം ഒന്നും ഇല്ലാന്ന് പറയരുത്. നിന്റെ അച്ഛൻ എന്നെ ഇറങ്ങാൻ സമയമായി, ആരെയും കാണത്തില്ല. ഓഫീസിലിട്ട് വിളിച്ചാലും കിട്ടത്തില്ല, എല്ലാം കൂടെ എന്റെ തലയിലാണ്. ഹലോ, ഓ ഇവമാരെയും കിട്ടുന്നില്ലല്ലോ. ഇന്ന് വിളിക്കാം. മീനു, നീ എന്താ ചെയ്യുന്നേ? അമ്മ, ഞാൻ അമ്മയും മോളും കളിക്കുക. അതിന് നീ ആരോടാ ചൂടാവുന്നേ? അമ്മ, ഞാൻ വലുതാവുമ്പോ അമ്മനെ പോലെ ബിസി ആയിരിക്കൂലേ? മുത്തശ്ശി ഓരോ കോള് വിളിക്കുമ്പോ അമ്മ കട്ടാക്കിയല്ലേ ചെയ്യണേ? അതേപോലെയല്ലേ ഞാൻ വലുതാവുമ്പോ ചെയ്യണ്ടേ? അപ്പൊ നീ വലുതാവുമ്പോ അമ്മയെ കാണാൻ വരൂലേ? ഇല്ല, ഞാൻ ബിസി ആയിരിക്കൂലേ? கெட்டுதம்மா நீரினில் வந்தது இந்நிஜமா நான் கொண்ட காயங்கள் போகுதம்மா நாடியும் மெல்லிசையாகுதம்மா. കൊള്ളാം. ഇപ്പം കിടന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? നിന്നെ കണ്ടല്ലേ നിന്റെ കുട്ടി വളരുന്നത്. നീ ഇപ്പം ഫോണിൽ കാണിച്ച സംഭവം ഉണ്ടല്ലോ, അമ്മ കോളിംഗ് എന്ന് കണ്ടപ്പം കട്ട് ചെയ്ത് കളയുന്നു. ഈ അമ്മ കോളിംഗ് എന്ന് പറഞ്ഞ് ഈ ഫോണിൽ ഒന്ന് കാണാൻ വേണ്ടി എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ? അങ്ങനെ ഇല്ലാത്തവരൊക്കെ അതിന്റെ വിഷമം മനസ്സിലാകൂ. നിങ്ങളും കൂടെ എന്നെ കുറ്റപ്പെടുത്തണോ? നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടല്ലേ രാവും പകലില്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ബിസി ആണെന്നുള്ള കാര്യം. എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഈ ബിസി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളാണ് അതിന്റെ പ്രയോറിറ്റി തീരുമാനിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞിന് ഇപ്പൊ സുഖമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ബിസി എന്ന് പറയുവോ അതോ അവളെ എടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? അതേപോലെയാണ് നിന്നെയും നിന്റെ അമ്മ ലാളെ ചോമനിച്ച് വളർത്തിയതല്ലേ. വെറും 1 മണിക്കൂർ ഫ്ലൈയിങ് ഡിസ്റ്റൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും 2 കൊല്ലമായിട്ട് നീ നിന്റെ അമ്മയെ കാണാൻ പോയില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് ശ്രീ. അമ്മ വാ, നമുക്ക് മുത്തശ്ശിന്റെ വീട്ടിൽ പോവാ. നമുക്ക് അമ്മയെ കാണാൻ പോവാ. അത് നല്ല സന്തോഷമുള്ള ഒരു തീരുമാനമാണ്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് അമ്മയെ ഫോൺ വിളിച്ച് പറ. വേണ്ട, നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് എങ്കിൽ സർപ്രൈസ്. എന്തായാലും ഓഫീസിൽ ഓണാഘോഷത്തിന് ഒരുങ്ങിയെന്നുകൊണ്ട് ഇനി ഒരുങ്ങണ്ട. ഇപ്പൊ 2 തെറി വിളിച്ചാലെന്ത്, ഇത്തവണ ഓണാഘോഷം നാട്ടിൽ വെച്ച് തന്നെ. മോളെ നീ വന്നോ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലാക്കാൻ ഞാനാണ്? നീ എന്റെ മോളല്ലേ? അമ്മ സോറി, അമ്മ എന്നെ ശപിക്കല്ലേ. അറിയാതെ പറ്റിപ്പോയി. എല്ലാ വർഷവും ഞാൻ ശപിക്കില്ല. എന്തായാലും സന്തോഷമായി. ഈ ഒരു അവസരത്തിൽ എല്ലാരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം. നമ്മള് കുട്ടികൾ രക്ഷകർത്താക്കളെ കാണാൻ സമയം കണ്ടെത്തണം. അതേ കണക്ക് രക്ഷകർത്താക്കൾ ആപത്തുള്ളവരാണെങ്കിൽ, ശരീരത്തിൽ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ മക്കളെ കാണാനായിട്ട് വരികയും വീട്ടിൽ നിൽക്കുകയും ചെയ്യണം. എല്ലാവരും കൂടുന്ന ദിവസം ഓണം എന്ന് കരുതി അങ്ങ് ആഘോഷിക്കണം. ഞാനും ആ പാഠം പഠിച്ച്. വാർദ്ധക്യത്തിൽ നമ്മൾ ഇവരെ ഒന്നും ഒറ്റപ്പെടുത്താൻ പാടില്ല. എല്ലാവരും ജീവിതം ഇപ്പൊ മൊബൈലിനുള്ളിൽ പെട്ടുപോവാണ്. അതിന് പാടില്ല. ഇനി എന്റെ അമ്മയോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും. കൂടുതൽ സംസാരിച്ച് നമ്മുടെ സമയം കളയണ്ട. ഇത്തവണത്തെ ഓണം നളവാചകമാണ്. എനിക്കൊരു സിങ്കിടിയുണ്ട്, സിങ്കിടി. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തും ഒരു തിരുവോണം. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തും ഒരു തിരുവോണം.
പുലികളിയും പൂവിളിയും പൊന്നൂഞ്ഞാൽ പാട്ടുകളും അത്തപ്പൂവിൻ സമയം ചേർത്തൊരു ചിഞ്ഞ പൊന്നോണം ഈ ചിഞ്ഞ പൊന്നോണം മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തും ഒരു തിരുവോണം. അപ്പൊ ഇവരുടെ ഫാമിലി റൗണ്ടിൽ അമ്മയാണ് ഇന്നത്തെ നമ്മുടെ താരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ശ്വേതാജി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? അമ്മ സൂപ്പർ ആയിട്ടാണ് അമ്മ ചെയ്തത്. കറക്റ്റ് ടൈമിങ്ങിൽ എന്താ പറയാ ഡയലോഗ് പറയലും. അമ്മ ആക്ച്വലി ഡയലോഗ്സ് അല്ല, അമ്മയ്ക്ക് അത് ഒരു നാച്ചുറൽ ആയിട്ടാണ് അമ്മയ്ക്ക് വന്നത്. എനിക്ക് കാര്യം പറയാനുണ്ട്. ഇത് എന്റെ അമ്മയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അമ്മ എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഒരു മലയാളി വീട്ടമ്മയാണ്. പുറത്തോട്ട് ഇറങ്ങാറില്ല. എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോലും അധികം സംസാരിക്കാൻ ഇറങ്ങാത്ത ഒരാളാണ്. വീട്ടിലൊതുങ്ങി നമുക്ക് വേണ്ടി എനിക്കും ചേച്ചിക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ ഒരു അടുക്കളയും വീടും ഒക്കെ ആയിട്ട് നിന്ന ഒരു ആളാണ്. അങ്ങനെ ഒരാളെ എനിക്ക് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റി. രണ്ട് ഡയലോഗ് നല്ല നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്കിറ്റ് തുടങ്ങിയത് തന്നെ അമ്മയുടെ കാരണമാണ്. അവിടുത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു. ശരിക്കും വേറെ ഒന്നും ഇതിനകത്ത് പിക്ചറില്ല. അമ്മേനെ ഈ സ്റ്റേജിൽ കയറ്റാൻ പറ്റി. അച്ഛനെ കൊണ്ടുവരാന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ ഇതുപോലെ ഒരുപാട് പൊളിറ്റീഷ്യനാണ്. അച്ഛൻ സംസാരിക്കാൻ അറിയാന്നുള്ള ഒരാൾ. അതല്ല, എനിക്ക് എൻ്റെ അമ്മേനെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് 61 വയസ്സാവുന്നു. അമ്മ ആദ്യമായിട്ട് 61ാമത്തെ വയസ്സ് സ്റ്റേജിൽ കയറി. അത് മതി. അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ കുറെ എന്താ ആദ്യത്തെ പ്രാവശ്യം അല്ല ആദ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഈ വേദിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക നമ്മുടെ പ്ലസ് പോയിന്റ്. അപ്പോൾ സൂപ്പർ അമ്മയും മകളുടെ വേദിയിലേക്ക് അമ്മേനെ വീണ്ടും വീണ്ടും നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. എന്തായാലും അമ്മ നന്നായിട്ട് ചെയ്തു. കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് അമ്മ ചെയ്തു. ഒരു കുഴപ്പമില്ല. ശ്രീകുട്ടി പിന്നെ എന്താ പറയുക എപ്പോഴും ഒരു എന്താ പറയുക ഒരു മെസ്സേജ് വേദിനെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ് ശ്രീകുട്ടി. ഒരു മെസ്സേജ് തരാൻ എപ്പോഴും നോക്കും. പക്ഷെ എനിക്ക് തോന്നിയത് ഈ ഒരു സ്കിറ്റിന്റെ താരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുകേഷ് ആണ്. സൂപ്പർബായിരുന്നു. നമുക്കെന്താ പറയുക ബിക്കോസ് കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശ്രീകുട്ടി ഇപ്പം എന്താ പറയുക ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഭയങ്കര നാച്ചുറലായിട്ടാണ് അഭിനയിച്ചത്. ഇപ്പോൾ ശ്രീകുട്ടി എന്താ പറയുക ഈ നമ്മൾ അഭിനയിച്ച് നമ്മൾ ഈ ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ശ്രീകുട്ടീൻ്റെ ഒരു കുറച്ചൊന്ന് അഭിനയമായിട്ട് തോന്നി. മുകേഷിൻ്റെ അങ്ങനെയല്ല, അത് റിയൽ ആയിട്ടാണ് തോന്നിയത്. മുകേഷ് എൻജോയ് ചെയ്തു. കുറച്ചൊന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് മുകേഷ് നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വന്നു. അതെ, മോള് പിന്നെ എന്തായാലും നന്നായി ചെയ്തില്ലേ. മോളാണ് ആദ്യമായിട്ട് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും മെസ്സേജ് തന്നത്. എന്താണ് അമ്മ ചെയ്യുന്നത് അത് കണ്ടിട്ട് ഞാനും അമ്മേന്റെ കൂടെ വളരെ നിഷ്കളങ്കമായിട്ട്. അപ്പൊ അമ്മയെ കാണാൻ വരില്ല? ഇല്ല, ബിസിയല്ലേ. അല്ല, എനിക്ക് ഇങ്ങനത്തെ കുട്ടികളെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഭയങ്കര എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് എന്നോട് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആൻറ്റിക്ക് അറിയില്ലല്ലോ. അപ്പൊ എനിക്കറിയാം ഞാൻ വലുതാവുമ്പോ എൻ്റെ അമ്മോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന്. അതാണ് ഇന്ന് ആ ഡയലോഗാണ് ഞാൻ കേട്ടത്. സോ ഐ വാസ് ലൈക്ക് പ്രിറ്റി സർപ്രൈസ്ഡ്. സോ ദാറ്റ് വാസ് എ നൈസ്, നല്ലൊരു മെസ്സേജാണ്. നന്നായി നിങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്തു. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് മുകേഷ്, യു ആർ ദ സ്റ്റാർ. നന്നായിട്ട്. മുകേഷ് ഇപ്പൊ ഗുഡ് ലുക്കിംഗ് എല്ലാം ഇങ്ങനെ ക്യാമറയിൽ മേക്കപ്പ് എല്ലാം ഇട്ടപ്പോ എവിടെയാ പോണത്? എന്താണ് ഭാവം? ഓരോ ദിവസം ഇങ്ങോട്ടേക്ക് ഓരോ സ്കെഡ്യൂളിൽ ഇങ്ങോട്ട് വരാനായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചേട്ടൻ ചെയ്യുന്നത്? കേൾക്കട്ടെ. ഒരു പ്രിപ്പറേഷൻ ഇല്ല. 2 ഫോട്ടോ ഉണ്ട്, ശ്വേതാജി സ്വാസിക. ഇത് കാണുന്നതിനനുസരിച്ച് ഒരുക്കവും കൂടും, വരാനുള്ള ആവേശവും കൂടും. പക്ഷെ നമുക്ക് എന്തായാലും സന്തോഷമുണ്ട്. എന്ത് റൗണ്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും ഓടി വരും. അതെ, നമ്മുടെ കുറച്ചിവിടെ ഭർത്താക്കന്മാരുണ്ട്, അവരെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. അവർക്ക് നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയും നമ്മുടെ ഈ ഫുൾ ടീം, എൻറ്റയർ ടീം സേസ് താങ്ക് യു മുകേഷ്, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. അതിൽ മുകേഷ് ഇവിടെ വരുമ്പോഴാണ് ശ്രീകുട്ടിക്ക് ഒരു എക്സ്ട്രാ ഒരു എനർജി വരുന്നത്. സോ അതുകൊണ്ട് ഷീസ് ഭയങ്കര സ്പോർട്ടിങ്ങിൽ എടുക്കുന്ന ഒരു ആളാണ്. സോ എന്തായാലും വെരി നൈസ്, നന്നായിട്ട് നിങ്ങൾ എല്ലാവരും പെർഫോം ചെയ്തു. താങ്ക് ഗോഡ്. ഞാൻ അയച്ചു ദൈവമേ വീണ്ടും കരയിപ്പിക്കാൻ നോക്കിയ, പക്ഷെ ഭയങ്കര പോസിറ്റീവായിട്ട് എൻഡിങ് ചെയ്ത്. അതാണ് ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ മാമാരി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ മാറും അറിയില്ല. അതെ മാഡം, എനിക്കത് ഭയങ്കര നിർബന്ധം. ഞങ്ങൾ തന്നെയാണ് സ്ക്രിപ്റ്റ്, ഇതിലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തന്നെയാണ് സ്ക്രിപ്റ്റ്. ഞങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യം, എൻഡ് പോസിറ്റീവ് തന്നെ ആയിരിക്കണം. മെസ്സേജ് പോവും വേണം, എല്ലാ ഇമോഷൻസും വേണം, പോസിറ്റീവ്. പിന്നെ ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് ഇമ്പോർട്ടൻസ് ലൈക്ക് മാം സൈഡ് ഫാമിലിക്ക് തന്നെ കുറച്ച് കൂടുതൽ കൊടുക്കണം. അവർക്ക് പെർഫോം ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഉള്ള അവസരം കിട്ടും. പിന്നെ ശ്രീകുട്ടി ഡയലോഗ്സ് ഇനി പറയുമ്പോൾ ഓടരുത്. ഇല്ല, ശ്രീകുട്ടി ഒന്നും ഒരു ഓവർ എക്സൈറ്റ്മെന്റ് ആയി. സോ ഓൾ ഇൻ ഓൾ വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതുവരെയ്ക്കും വരുന്ന എല്ലാം ഫാമിലി റൗണ്ട്സ് എല്ലാം നന്നായിരുന്നു. 7 out of 10. 7. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് വലിയൊരു താങ്ക്സ് ഞങ്ങളുടെ എല്ലാവരുടെ വക, ഈ അമ്മമാരുടെ മക്കളുടെ ഒക്കെ വക. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പം ഇനിയും ഒരുപാട് റൗണ്ട്സ് വരികയാണെങ്കിൽ എന്തെങ്കിലും 2 വാക്ക് പറയാം. മൈക്കുണ്ട്. അമ്മ പറയൂ, എങ്ങനെ നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാം. ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ശ്രീകുട്ടി വീട്ടില് കുറുമ്പിയാണോ? അയ്യോ, ഭയങ്കര കുറുമ്പിയാണ്. മീനൂട്ടിയോ? ഞങ്ങൾ തന്നെ വളർത്തുന്നത്, ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ തന്നെ വളർത്തുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അടുത്തുകൂടെ ഒന്ന് പോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വേതാജിയുടെ അടുത്തേക്ക് ഒന്ന് പോണം എന്ന് പറഞ്ഞു. ഞാൻ വരാം.